ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെമ്മീൻ കറി വിത്തൗട്ട് ഓയിലാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ചെമ്മീൻ, സവാള അരിഞ്ഞത്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ പുളിയും വേണം. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സവാള ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആവണം. മിക്സായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ലേശം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റി കഴിയുമ്പോൾ അതിൽ പൊടികൾ ചേർക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി 2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടി 1.5 ടീസ്പൂണും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിക്കണം. ചൂടാറിയിട്ട് വേണം മിക്സിയിലിട്ട് നമ്മളിത് അടിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പാൻ എടുത്തിട്ട് അതിൽ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ വഴറ്റണം. അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, പച്ചമുളകിനും ഇഞ്ചി വെളുത്തുള്ളി ഇതിനൊക്കെ ഒരു സ്മെല്ലുണ്ടാവും. അത് ഒന്നും നമുക്കറിയില്ല, പക്ഷെ എന്നാലും നമ്മളത് പോകുന്നവരെ ഒന്ന് ഇതാക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ മസാല ഇതിലേക്ക് ചേർക്കണം. ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർക്കാം. നല്ല തിക്കായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ലേശം വെള്ളം ജാറിലിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഇട്ടാക്കിയിട്ട് സെറ്റാക്കാം. നല്ലപോലെ നമ്മൾ മിക്സാക്കി കൊടുക്കണം. കാരണം അവിടെ ഇവിടെയൊക്കെ കട്ട കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല തിക്നെസ് ആണല്ലോ. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് ഉപ്പ് കുറവ്, ചിലർക്ക് പാകത്തിൽ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഉപ്പ് അധികം എന്തായാലും ഇടില്ല, എന്നാലും പാകത്തിനിടും. പാകത്തിന് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മളിനി പുളിവെള്ളം നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പുളിവെള്ളം ഒഴിക്കണം. ഒരു 3/4 ഗ്ലാസ് വേണമെന്നില്ല, ആവശ്യത്തിനനുസരിച്ച് ഒരു 1/2 ഗ്ലാസ് ആയാലും പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഇനി നമ്മൾ നല്ല തിളച്ച് വരാറാവുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ചെമ്മീനിട്ട് കൊടുക്കണം. ചെമ്മീനിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. അതിന് സെർവ് ചെയ്യുക. സ്വാദിഷ്ടമായി.